സംസ്ഥാനത്തെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയവർക്കുള്ള മരുന്ന് വിതരണം ഇപ്പോഴും പ്രതിസന്ധിയിൽ ആണെന്നൊരു കാര്യമുണ്ട്. കാരുണ്യ ഫാർമസികളിലടക്കം ഇനി ബ്രാൻഡഡ് മരുന്നുകൾ വാങ്ങി സൂക്ഷിക്കേണ്ടതില്ലെന്ന സർക്കാർ ഉത്തരവാണ് വൃക്ക രോഗികളെ ദുരിതത്തിലാക്കുന്നത്. സർക്കാർ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്താൻ ഒരുങ്ങുകയാണ് വൃക്ക രോഗികളുടെ കൂട്ടായ്മ. ജീവിതം അറ്റുപോകുന്ന നിമിഷത്തിലാണ് വൃക്ക മാറ്റിവെച്ച് ഒരു പറ്റം മനുഷ്യർ ജീവനും ജീവിതത്തിനും മിടിപ്പ് നൽകുന്നത്. നാട്ടുകാരുടെയും സുമനസ്കരുടെയും സഹായം കൊണ്ടാണ് പലരുടെയും ശസ്ത്രക്രിയ. പക്ഷേ സർജറിക്ക് ശേഷവും ഇവരുടെ ദുരിതത്തിന് അറുതിയില്ല. മരുന്നിന് മാത്രം ഒരു മാസം 10,000 മുതൽ 15,000 രൂപ വരെ വേണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ഫണ്ടിൽ നിന്ന് കാരുണ്യ ഫാർമസി വഴി സൗജന്യമായി നൽകിയിരുന്ന മരുന്നുകളാണ് ഈ പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായിരുന്നത്. എന്നാൽ കാരുണ്യ ഫാർമസിയിൽ ഇനി വൃക്ക രോഗികൾക്കുള്ള ബ്രാൻഡഡ് മരുന്നുകൾ വാങ്ങി സൂക്ഷിക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ ഉത്തരവ്. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ, PH സെൻ്ററുകളിൽ ഈ കിഡ്നി രോഗികൾ കഴിക്കുന്ന മരുന്നുകൾ വാങ്ങി നൽകേണ്ടതില്ല എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള സർക്കുലറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയായി സർക്കാർ മാറിക്കൊണ്ടിരിക്കുക. ഇനി മുന്നോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയുമായിട്ട് സമീപിക്കാനാണ് ഞങ്ങൾ കൂടിയാലോചിക്കുന്നത്. രോഗികൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ബ്രാൻഡുകൾക്ക് പകരം ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ അതിൽ പരിമിതികളുണ്ടെന്നാണ് രോഗികൾ പറയുന്നത്. ഉത്തരവ് തിരുത്തണമെന്നാവശ്യമായി പ്രതിഷേധം ആരംഭിക്കാനും ഹൈക്കോടതിയെ സമീപിക്കാനുമാണ് വൃക്ക രോഗികളുടെ കൂട്ടായ്മയുടെ തീരുമാനം. റിപ്പോർട്ടർ, മലപ്പുറം.